ബാക്ക് ടു വി ടോക്സ്. ഇന്നത്തെ ചലഞ്ച് ഗസ് ബൈ ഇലൂഷൻ. ഗൈസ്, ഗസ് ദ ഇലൂഷൻ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ലൈക്ക് ഫ്രൂട്ട്സ്, ലോഗോസ് അങ്ങനത്തെ സാധനങ്ങളല്ല ഇല്യൂഷനായിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ കാണിച്ചു തരും. അത് ഏത് ഫ്രൂട്ട് ആണെന്നോ അല്ലെങ്കിൽ ഏത് ലോഗോസ് ആണെന്നുള്ള എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ചലഞ്ച്. നിനക്ക് വല്ല അറിയാവോ? ലോഗോ അറിയാവോ? ഇല്യൂഷൻ എന്താണെന്നറിയോ? എന്തോ ഇല്യൂഷൻ എങ്ങനെ നോക്കണം? എങ്ങനെ പാതി കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് ഒരു ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മുടെ ചലഞ്ച് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ അല്ല 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പെട്ടെന്ന് 1 മില്യൺ ആക്കുക ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കൈ പൊക്കിട്ട് തെറ്റുത്തര പറഞ്ഞെങ്കിൽ മൈനസ്. ഒരാള് പകുതി കോൺഫിഡൻസോടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ബനാന. എടേ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രേപ്പ്. ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു. കൈ പൊക്കിയിട്ട് അവിടെ പറയും ആരാ ആൻസർ പറയേണ്ടതെന്ന്. ഇനി ചാടി വിളിച്ച് പറഞ്ഞാൽ മൈനസ് പോയിന്റ് ഇടും. കേട്ടല്ലോ? ഇനി കൈ പൊക്കിയിട്ട് അപ്പൊ തന്നെ ഉത്തരം പറഞ്ഞാൽ മൈനസ് പോയിന്റ് ഇടും. പറഞ്ഞില്ല? കേട്ടില്ല? കേട്ടില്ല. ഓക്കേ, നെക്സ്റ്റ്. തീർന്നടാ നിങ്ങള്. ഞാനാ ചക്ക. അവക്കാടോ. അയ്യോ ചക്ക ഷേപ്പിലാണ് പിന്നല്ല ചക്ക ഷേപ്പ്. അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓ പിന്നെ ഈസി ടഫ് പ്ലീസ്. നെല്ലി. നെല്ലി നാരങ്ങ. അത് ഏതാ നാരങ്ങ? ഓറഞ്ച്. ഞാനാ പിന്നെ ഓറഞ്ചല്ല. അയ്യോ നാരങ്ങ ഞാൻ എന്റെ പൊന്നെ. അവള് പിള്ള മനസ്സിൽ കള്ളില്ല. അവൾക്ക് പെട്ടെന്ന് കാണുമ്പോ പറഞ്ഞിട്ട് തോന്നുള്ളൂ. പൈനാപ്പിൾ. സ്ട്രോബെറി. എനിക്ക് നീ ഇങ്ങനെ തോറ്റ് അടിയിലേക്ക് പോകണം. ഇനി പെട്ടെന്ന് പൊന്തിച്ചോട്ടെ. 1 2 3. 1 2 3. എന്താ ഗുവ? അല്ല ഗുവല്ല, മറ്റേത്. അയ്യോ ഇതിന്റെ പേരെനിക്കറിയാം. പേരക്കാന്ന് പറഞ്ഞാ മതി. അല്ല പേരക്കാന്ന് പറ. നീ ഒന്ന് നമ്മള് നീ കൈ വെക്കതാ. എണ്ണാൻ പോണേ. 3 സെക്കൻഡ് സമയമുള്ള. ആണോ? എങ്കിൽ അറിയത്തില്ലല്ലോ. ഇത് സബർ ജില്ലയാണ്. സബർ ജില്ല. അപ്പൊ -4 3 2 1. പൈനാപ്പിൾ. ഞാൻ 10 പോയിന്റ് എത്തിയിട്ട് ഞാൻ വിട്ടല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ചക്ക. അല്ല ഞാന് എന്തിനാ നീ ഉത്തരം പറഞ്ഞ? ചക്കന് പറഞ്ഞില്ല. അതല്ല ആൻസർ. അങ്ങനെ പറഞ്ഞു. ഓ എടാ സത്യസന്ധത. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 മൈനസ് കൂടി ഇട്ട് കൊടുത്തേ. പുലർത്തട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കിവി.
കൺഗ്രാറ്റുലേഷൻസ്. എന്നെ പഠിക്കാൻ പറ്റത്തില്ല നിനക്ക്. ഓക്കെ നെക്സ്റ്റ് വൺ പ്ലീസ്. കൈ വിടറാ. ഞാനല്ലേ 1 2 ആരാ 3 3 പേര് ആരാന്ന് പറ ആര്? നീയും ആമിയും. ആ ഓർഡർ. ഞാനല്ലേ സ്റ്റോൺ പേപ്പർ എത്രയല്ല? മൂന്നെണ്ണത്തില് ഇപ്പം മൂന്നെണ്ണത്തില്. എന്നുവെച്ചാ ആ മൂന്നെണ്ണത്തില് 2 കിട്ടുന്ന ആള് ജയിക്കും. Stone, paper, scissors. അയ്യടി, അത് നടക്കില്ല. അതെ രണ്ടുപേരും അവിടെ ക്യാമറ എല്ലാം കാണുന്നുണ്ട് കേട്ടല്ലേ? ഒരേ ടൈമിൽ ഈ കയ്യിൽ അടിച്ചോണം. Stone, paper, scissors. വെട്ടിക്ക Stone, paper, scissors. കണ്ടോ? കല്ല് ഇവിടെ ഭയങ്കര slow. ഇവിടെ ഒരു കള്ളക്കഥ ബുദ്ധിയാ. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ഇങ്ങനെ മയത്തി തുറന്നു വരും. പറഞ്ഞോ പറഞ്ഞോ 1 3 2 2 ആവശ്യത്തിന് പോയിന്റ്. ഞാൻ മറന്നു പോയിടാ. ഞാൻ സ്റ്റോൺ പേപ്പർ നിന്റെ പോയിന്റ് അവിടെ മൈനസ് ആർക്കാ കൂടുതല്? ഞാനാണോ? അതെ. 3 2 1 നെക്സ്റ്റ് വൺ. ഒരു 3 ചക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ ചക്ക. ഒരു മൈനസ് കൊടുത്തേ. മൈനസ് കാണിച്ച് അത് അതിടാം. മൈനസ് കൊടു. മൈനസ് ഇപ്പഴേ കൊടുത്ത് വെച്ചേക്ക്. അത് ഫ്രൂട്ട് അല്ലല്ലോ. കല്ലാണത്. അല്ല ഇത് ഫ്രൂട്ട് നെയിം അല്ലല്ലോ. ആർക്കറിയില്ല. പപ്പായ. ഞാനും മറ്റേ ഈ സാധനം ഞാൻ ഇനി ഒരു ഒറ്റ പോകാൻ പോകണേ. ഇങ്ങോട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അയ്യോ അടുത്തത് അന്ന് നെക്സ്റ്റ് വൺ. അടുത്ത കിട്ടില്ലെന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ആമിക്ക് പറയാൻ പറ്റി ഈസി ആയിട്ട്. ഓക്കെ. കാണാൻ പറ്റുന്നില്ലേ? ഇതിനകത്തൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഞാൻ ആ ഇപ്പൊ പറ. 1 with one watermelon. അല്ല അയ്യോ ഇതിനകത്ത് എവിടെയാണ് നീ ഇതെങ്ങോട്ടടി പോകുന്നേ? എടാ ഇത് കണ്ണ് ഇങ്ങനെ ആക്കണ. ആക്കിയോ എന്നിട്ട് അടച്ചോ. സത്യം പറ ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. താഴ്ത്തുനിന്ന് പൊക്കത്തോട്ടേക്ക് മനസ്സിലാവും. എടി നീ ഔട്ടായിട്ട് നീ എന്തിനാ നോക്കുന്നേ? താഴത്തുനിന്ന് പൊക്കത്തേക്ക് നോക്കേ. ഇങ്ങനെ എനിക്കറിഞ്ഞോളാം. ഞങ്ങൾക്ക് അറിഞ്ഞോളാം. പറഞ്ഞോ. ഗസ് ചെയ്യാൻ പറ്റും. ഗസ് ചെയ്യാൻ പക്ഷെ കൈവക്ക് ഗസ് ചെയ്യണം. എന്നാ വേണ്ട. കിഴങ്ങാ പൊട്ടാറ്റോ. പൊട്ടറ്റ് അവിടെ കാണുന്നില്ലേ? അത് അത് അടിയില് ഇടയിലുണ്ട്. ഇയാളിപ്പോ എങ്ങനെയാണെന്നറിയോ? ക്രൂ എങ്ങനെ ഇപ്പൊ കാണിക്കുന്ന അറിയോ? ഒന്നും ഇല്ലാത്തൊരു പിക്ചർ കാണിക്കും, എന്നിട്ട് ഇങ്ങനെ തോന്നിയ ഒരു ആൻസർ കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കണം. എനിക്കൊന്ന് കാണണേ. ഓറഞ്ച്. മൈനസ് കൊടുത്തേ. അല്ല. മൈനസ് കൊടുത്തേ. ആ മൈനസ് അങ്ങ് കൊടുത്തേ. കൊടുക്കും. മൈനസ് ഇപ്പഴേ കിട്ടോട്. മൈനസ് ഇപ്പഴേ കൊടുക്ക്. ഇതെങ്ങനെ ഇരട്ടെ. പേരക്ക. അന്ന് കൊടുത്തേ. മൈനസ് കൊടുക്കും. ഇപ്പഴേ നീ എന്റെ തൊമ്പിക്കാരായിട്ടില്ലടി. നമ്മുടെ ടുമ്മെന്ന് പറഞ്ഞ മോഡൽ രീതിയിൽ പറയണ്ട. അയ്യോ എനിക്കിതറിയായിരുന്നു. ചക്കയുടെ കോപ്പ്. മറ്റേ നാരങ്ങ. അല്ലല്ല ഇത് ഞാൻ പറയാം. അല്ല നമ്മള് പറഞ്ഞ ഫ്രൂട്ട്സ് വരോ വീണ്ടും? വരും. മാതള. ഓക്കെ മൈനസ് കൊടുക്കും. ഒട്ടും ചാൻസ് ഇല്ല. പിന്നെ കൈ നോക്കി പറയുന്നത് പിന്നെ കൈ പറഞ്ഞേ. അങ്ങനെ ഗസ് മൈനസുണ്ട്. ഇനി മൈനസാ. ലെജൻസ് വിട്ടു. ലെജൻഡ് വിട്ടു. അൾട്രാ ലെജൻഡ് ഒന്ന് ആലോചിക്കിട്ടു. വിടാൻ വേണ്ടിട്ടല്ലേ? അതെ വിടാൻ വേണ്ടിട്ട്. ഒരു പോയിന്റ് ഞാൻ കളയും. ആണോ? എന്താ ബ്രോ അതെനിക്കൊന്ന് കാണണമല്ലോ ബ്രോ. സിട്രസ്. ഒന്ന് ആ പോയി പൈനച്ചിട്ട് കൊടുത്തേ. ഞാൻ പറയണം അപ്പടി അങ്ങ് വിശ്വസിച്ചാടോ. ഇതൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആ മൈനസാടി. ഈ മീഡിയം ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ ഹാൾ എങ്ങനെ ആയിരിക്കും? സാധനം ഇല്ലേ? കാണാൻ പറ്റൂല. നെക്സ്റ്റ് വൺ പ്ലീസ്. വെറുതെ മാസം കാണിച്ച്. ഇപ്പൊ ഞാൻ അടുത്തെത്തും.
കോക്കനട്ട്. മൈനസ് കൊടുത്തേക്ക് ഇപ്പഴേ കൊടുത്തേക്ക്. 1 2 3 കപ്പ് കേക്ക് രണ്ടുപേർക്ക് മൈനസ് കൊടുക്കും. മലയാളത്തിൽ ഇംഗ്ലീഷും മലയാളത്തിൽ ഇതിൽ ഒറ്റ പേരുള്ള പീച്ചാണോ? അല്ല ചെയ്ത് ഞാൻ പറയടാ മഷ്റൂം മഷല്ലേ എനിക്ക് തോന്നി. കൈ വിടറാ. Let's go. Next question, please. Next question. കോൺ. Yes. കോൺ. എന്ത് ഇടാടി ഞാൻ അത് സ്വീറ്റ് കോണാ. ഇവിടെ പോയിന്റ് എനിക്കറിയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 ക്യാപ്സിക്കം. 2 ഞാനല്ലേ ഫസ്റ്റ് നോക്കിയാ? അല്ല ഞാനാ. ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇതെന്തൊരു കണ്ടുപിടിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതാണോ. പറഞ്ഞു ഇല്ല മൈനസ് ഇടല്ലോ. ഏ മൈനസ് ഇടല്ലോ. തെറ്റിയാലല്ലേ ഇത് ഫ്രൂട്ട് ആണോ അതോ വെജിറ്റബിൾ ആണോ? അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അറിയാത്തൊരു സാധനം. തേങ്ങ. തേങ്ങ. മൈനസ് കൊടുക്കും ഇപ്പഴേ കൊടുത്തേക്ക്. ഇതൊക്കെ എന്തിനാണ് എന്താ നിന്റെ കസുകളൊക്കെ തീർക്ക്. ചക്ക ചക്ക ഞാൻ വിട്ടു ചക്ക. ചക്ക എനിക്ക് സാധനം മനസ്സിലായി. ലെമൺ ആണോ? പേരറിയത്തില്ല. ലെമൺ ആണോ? നീ എനിക്ക് പറഞ്ഞു. സവാള പോലെ ഇരിക്കും. അയ്യോ ഗാർലിക്. ഓ തെറ്റി. Garlic. 0 സൂപ്പർ. എന്റെ കൂടെ ഇരിക്കും. ഉദ്ദേശിച്ച വെളുത്തുള്ളി അല്ലേ? ആ ഇതാ ഇങ്ങനെയാ സൂപ്പർ. അല്ലേ സത്യം പറഞ്ഞ ഞാൻ വെറുതെ ഇരുന്നാ മതി. ഇവരെല്ലാരും താഴത്തേക്ക് ഇറങ്ങി പൊക്കോളും. മനസ്സിലാവും ഓർമ്മിപ്പിക്കുന്ന ആള് മനസ്സിലാവും. അത് കിഴങ്ങ ഒരു കിഴങ്ങ അത്. ആണോ? എന്നാ ബ്രോ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അത് സാധനത്തിന്റെ പേരെനിക്കറിയാൻ മേല. ലെമൺ ആണെന്ന് എനിക്ക് തോന്നാം. അയ്യോ അത് പുതിയ സാധനം. സ്പിനാച്ചോ? സൂപ്പർ. നെക്സ്റ്റ്. അല്ല പോട്ടെ. അറിയത്തില്ല എനിക്ക് പേരറിയില്ല. ഞാൻ തൊട്ട്. ഓ ഒരു കണ്ണിങ്ങനെ ആക്കി നോക്കിക്കേ. ഇല്ല അത് ഞാൻ നോക്കിയായിരുന്നു. ഒരു ഇതും വരുന്നില്ല. Next. എന്ത് മറ്റേ സാധനം 1 2 No. 3 മൈനസ് ഉദ്ദേശിച്ച സാധനമാണ്. അവള് വായ വന്നത് വേറെയും ഉദ്ദേശിച്ചത് വേറെയാണ്. അയ്യോ ഇതിന്റെ പേരെനിക്ക് അറിയാൻ മേലടേ. പക്ഷെ ഇതെനിക്ക് ഞാൻ കണ്ട് സാധനം കണ്ട് എങ്ങനെ നോക്കാം. പച്ച കളറിൽ ചെരിഞ്ഞിരിക്കും. ചെറിയ മറ്റേ നടുക്ക് കൂട്ടയൊക്കെ ഉള്ള. ഓ ഞാനെന്തിനാ ഇത് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്? പപ്പായ പറഞ്ഞു. പപ്പായ ഓൾറെഡി പറഞ്ഞാലേ. അത് ഞാൻ പറയുന്നത് എനിക്ക് ഒന്നിട്ട് ഇപ്പൊ സീറോയിലേക്ക് എത്തി. വെയിറ്റ് ഞാൻ പറയാം. മറ്റേ ഇതല്ലേ ടമ്മെന്ന് പറഞ്ഞിട്ട് പോകുന്നു. മൈനസ് അല്ലേ അത്? കൈ പൊക്കിയിട്ട് ഇങ്ങനെ കളിയുടെ രീതി പോണം. மட்டிக்கினாரு பட்டரே இவ காப்பாத்தனா பட்டரே மட்டிக்கினாரு பட்டரே இவ காப்பாத்தனா பட்டரே കഴിഞ്ഞ സാധനം കാണിച്ചേ. എന്തത്? ഹാർഡായല്ലേ? ഹാർഡ് ലെവൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കുക്കുംബർ അല്ലേ? പോയിന്റ് ഒന്ന് നെക്സ്റ്റ് കാസ്റ്റ് അതെങ്ങനെ കണ്ടുപിടിച്ചു നീ? കണ്ണ് വേണം ബ്രോ. കണ്ണ് ഇത്ര നേരം നിന്റെ കണ്ണിന് കണ്ണല്ലേ? 1000 മെഗാ പിക്സൽ. ഇത് കണ്ടുപിടിച്ചവർക്ക് ബിരിയാണി ഉണ്ടാവുക. ആമി കണ്ടുപിടിക്കല്ലേ? ആമി ഒഴിച്ചേ എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷെ എനിക്ക് ഫുഡ് ഇല്ലായിരിക്കുമല്ലോ. ഫുഡ് ഉണ്ടാ? മറ്റേ സാധനം നമ്മൾ ഇത്തക്കാന്ന് മനസ്സിലായിരുന്നു. ഇത് ഇതാണോ? പച്ചക്കറിയാണോ? ഫ്രൂട്ടാണ് ഫ്രൂട്ട്. ഞാൻ ശരി അല്ല നേരത്തെ പറഞ്ഞു. ചെറിയ പറഞ്ഞു. ശരി ഉണ്ടായിരുന്നു. ബ്രോ മൈനസ് ഒന്നിട്ട് വാട്ടർമെലൺ. നീ എന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ വിജയ്. കൊള്ളാം. സ്റ്റാർട്ടിങ് സി ആണോ എന്ന് ഡൗട്ട് ചോദിക്കുന്നു. കൈ പൊക്കി ചോദിക്കും. സ്റ്റാർട്ടിങ് എ തെറ്റും. പിന്നെ ബി സി ഡി. അത് കുഴപ്പമില്ല. കൈ പൊക്കിയിട്ട് ചോദിക്കും. ഓ ഭാഗ്യം. ആസ്പെറി. അതങ്ങനെ ഞാൻ പറയണത് ഇപ്പം ഞാനിപ്പോ ജക്ടറിന്റെ കൂടെ ഒന്നിലാണല്ലോ. നെക്സ്റ്റ് വൺ. പറയുന്നു. ക്യാരറ്റ്.
എത്തിയോ? വന്നിട്ടേ ഫ്രീ ഫയർ ഇവരെ പെത്തും. മറ്റേ free fire നൈഫ് ഇല്ലേ നൈഫ് അതൊന്നുമില്ല. എത്ര മൈനസായി? ഞാൻ ഇവൾക്ക് കൂട്ടണ്ടാ. നീ പോടാ. നിന്റെ കൂട്ടം ആരെങ്കിലും വന്നോ? നിന്റെ ബക്രിച്ചേട്ടൻ വന്നോ നിന്റെ കൂടെ? ആരാ വന്നേ? ഞാൻ മാത്രമേ വന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എന്റെ ആണെന്ന് തോന്നുന്നു, എന്റെ ട്രോളാണെന്ന് തോന്നുന്നു. മഷ്റൂം ഒരു മൈനസ് അങ്ങോട്ട് കൂടെന്ന് പറഞ്ഞു. ക്രിയേറ്റിവിറ്റിയും ഇല്ല. ആവി പറ്റി ചൊറങ്ങി. ഇപ്പൊ കിട്ടും. അവിടെ നിന്ന് ഇപ്പൊ 2 മൂക്കും കിട്ടും. പറ നീ പറ. അത് തന്നെ അവളതാ പറഞ്ഞത്. മറ്റേ നാരങ്ങില്ലേ? ആ അതന്നെ. അടുത്ത് അയ്യോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ആമിക്ക് മൈനസ് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 2 3. ഞാൻ പറയാം പറ. sprinkles. പ്രിങ്കിൾസ് ആണ് ഇവിടെ പറഞ്ഞു ഫസ്റ്റത്. സ്പ്രിംഗിൾസ് അല്ല, പ്രിംഗിൾസ്. അത് ഇവിടെ പറഞ്ഞാ അവള് സ്പ്രിങ്കിൾസ് എന്ന് പറഞ്ഞു. ഇവിടെ gap ഉള്ള പ്രിംഗിൾസ് എന്ന് പറയാനായിട്ട് ഈ ഗ്യാപ്പ് കുഴപ്പമില്ല. sprinkles. ഇവിടെ എസ് ആണോ പറയണേ? പെയിന്റ് എന്ന് പറഞ്ഞേ, പെയിന്റ് എന്ന് പറഞ്ഞേ. ആമി പെയിന്റ് എന്ന് പറഞ്ഞേ. സോറി, -10. അടുത്ത് ഒന്നും ആരാ? ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്ക് എപ്പോ ഉണ്ടാ ഇങ്ങനെ സ്റ്റെപ്പ്. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഇത് എന്തുവായിരുന്നു? ഏതിലോ ഗെയിമറിന് അറിയില്ലെങ്കിൽ അയ്യേ. Xbox. ആ ഞാൻ സോണി ലൈവ് എന്ന് പറഞ്ഞേ. ഞാനെന്താ പറയുന്നറിയോ? മറ്റേ ഫ്ലാഷ് മറ്റേ ഭക്ഷണ അല്ല, എനിക്ക് ഡൗട്ട് ഉണ്ട് എക്സ്ബോക്സ് തന്നെയല്ലേന്ന്. നെക്സ്റ്റ് യൂട്യൂബ്. നടുക്കത്തെ ഇതും ഞാൻ വൈകുന്നേരം കണ്ട ഒരു സൈഡിൽ കണ്ണ് പാതി അടിച്ചു പോകണ. അടുത്ത് ആമി 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 സ്റ്റാർബക്സ്. സ്റ്റാർബക്സ്. ഐ മ്യൂസിക്. അല്ല കൊമ്പൻ പറ കൊമ്പൻ പറ. നീ പറ, നീ കൈ നോക്കി. ഡിസ്നി. ആ പിൻട്രസ്റ്റ്. അവള് പറഞ്ഞെന്നാ? അല്ലല്ല പിൻട്രസ്റ്റ് അവള് പറഞ്ഞെന്നാ? എവിടെ കണ്ടെന്ന് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞേ? ശരിക്കും പ്ലേ സ്റ്റേഷനാ. അടുത്ത് ഡൊമിനോസ്. പിസ്സ പിസ്സ പിസ്സ. അവൾക്ക് നെക്സ്റ്റ് വൺ പ്ലീസ്. ആമി ആമി കണ്ടിട്ടില്ലേ? ആടാ ആമിനൊന്ന് കാണിക്കടാ. രണ്ട് തടിയന്മാർ വെട്ടു പശു. ചാനൽ ലോഗ് ആണല്ലേ? ലോഗോടെ ചാനൽ ലോഗ് ഇല്ലേ? ഇതൊന്നും അറിയില്ല ഇപ്പൊ നിനക്ക്. ഇത് വിൻഡോസ് തന്നെയാണ് സത്യം പറഞ്ഞത്. ഞാൻ നെക്സ്റ്റ് കാണിച്ച സോമിയമണിയാ. അറിയത്തില്ല അറിയത്തില്ല. തോറ്റാ ലാസ്റ്റ് തോറ്റില്ലെന്ന് പറയും. ആ ഓക്കെ. മൈക്രോസോഫ്റ്റ്. വിൻഡോസിന്റെ ഒരു കട്ട വിൻഡോസ് ചരിഞ്ഞിട്ടല്ലടാ. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇതെന്തായാലും ആരും പറയാൻ പാടില്ല. പറ. കുറെ നേരം അതിന്റെ പൈസ എടുത്തിട്ട് എനിക്കറിയാം. ഇത് ഓർച്ചാറായിരുന്നു. സൂര്യ ടി സാധനം മനസ്സിലായി. സാധനം മനസ്സിലായി. ഇത് ഓരോ കളർ വെച്ചിട്ടല്ലേ?
ഓരോ ഇതും ഇങ്ങനെ വട്ടത്തില് അല്ലേ? വട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ വരകളല്ലേ, എനിക്ക് അതെനിക്ക് കാണുമ്പോഴേക്കും മനസ്സിലായി അതാണെന്ന്. പേരൊന്നും ഞാൻ മറന്നുപോയി. ഇതാർക്കും കിട്ടൂല, മറ്റേ ഇതുപോലത്തെ ഇതാർക്കും കിട്ടൂല. തോറ്റ എല്ലാരും തോറ്റ. ബാൾമാർട്ട് ഇത് ഇന്ത്യയുടെ പുറത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മറ്റേ വി മാർട്ട് ഒക്കെ പറയില്ലേ. നെക്സ്റ്റ് എന്ത് അല്ല, ട്വിറ്ററിലല്ല അല്ല. ഇത് മറ്റേ ബെൽറ്റിന്റെ ബ്രാൻഡാ. എനിക്കിപ്പോ കിട്ടി. ഇല്ലില്ല, കിട്ടില്ല, അതൊന്നുമല്ല. ജക്ടർ പറയുന്നത് ഞാൻ വിചാരിച്ചേ. എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് LV ആണ് സംഭവം. പക്ഷെ എനിക്ക് അതിന് ഇത് കിട്ടില്ല. ഞാനൊന്നില്ല എല്ലോ മാത്രം കണ്ടല്ലേ, ബില്ല് കണ്ടില്ലായിരുന്നു. പിന്നെ ലൂയിസ് വാൻ. ഏ ലൂയിസ് വാൻ. മൈനറിട്ട് വാൻ ലൂയിസ്. അറിഞ്ഞോടാ ലൂയിസ് വിട്ട്. ലൂയിസ് വിറ്റൻ. ഭാഗ്യം, ഞാൻ ലീസ് പറയാൻ പോയിരുന്നു. ലൂയിസ് വാന്. ഓക്കെ നെക്സ്റ്റ് ലൂയിസ് അല്ലത്. ലാസ്റ്റ് വൺ ഇതിനകത്ത് ഞങ്ങള് പോയിന്റ് ടേബിൾ വരുവാണെങ്കിൽ ഞാനും ജക്ടറും ഒരേ ഇതിലാണ് കേസ്. അപ്പൊ ഇതിനകത്ത് ആര് കൈപൊക്കി പറയുന്നു അവരെ ജയിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ഇത് കറക്റ്റ് നോക്കണം. ഇപ്പഴേ ഒരാൾ കൈപൊക്കി പിടിക്കേ. Last round. രണ്ട് മുട്ടിൽ വെച്ച മുട്ടിൽ. എനിക്ക് ആദ്യം കാണാൻ പറ്റില്ല, ഇങ്ങനെ കമത്ത്. നീ നോക്കണ്ട, മൈനസ് ബ്രോ അങ്ങനെ കണ്ടാലും മനസ്സിലാവില്ല ബ്രോ. 1 2 അതല്ലേ ടൈം വരുന്നില്ലേ? ഇല്ല, ഞാൻ എണ്ണുണ്ട്. ആക്കി കിട്ടണ്ടായില്ല, ഞാൻ ഫെവിക്കോണ്ട് ഒരു കൂടി വന്നു. നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫൈനൽ ടൈമിൽ ജക്ടർ മേമി 3 പോയിന്റ് എടുത്ത് ഒരു പോയിന്റ് ജയിച്ചു ഗൈസ്. ഒരു point ജയിച്ചിട്ടുണ്ട് ഒറ്റ പോയിന്റ് ജയിച്ചു, അറിയാതെ ജയിച്ചാണ് ഗൈസ്. അപ്പൊ എന്തായാലും സെക്കൻഡ് പൊസിഷൻ ഞാൻ, തേർഡ് പൊസിഷൻ KMC കൊമ്പൻ, ലാസ്റ്റ് പൊസിഷൻ പക്ഷെ ഏറ്റവും ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതിന്